അഭിഷേകമുള്ള ദാവീദുമാർ മാത്രം സാന്നിധ്യത്തെ ഇന്ന് രാത്രി തിരിച്ചറിയുമ്പോൾ അവർ ദൈവത്തിന് നന്ദി കരയറ്റട്ടെ. Yes, Father God. We thank you, Lord. We thank you. We praise you, Holy Ghost. We praise you. Glorify your name, Lord. Amen. 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 വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിലേക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഇന്ന് രാത്രിയിൽ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. For he had often been chained hand and foot, but he tore the chains apart and broke the irons on his feet. No one was strong enough to subdue him. പലപ്പോഴും അവനെ വിലങ്ങും ചെങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചെങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്മി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റം ഇല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് നമുക്ക് മാറ്റം തരാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തെ രൂപാന്തരപ്പെടുത്താൻ ഒരു മനുഷ്യർക്കും സാധ്യമല്ല. അത് സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് നമുക്ക് വ്യത്യാസം തരാൻ കഴിയും. മാറ്റം ഇല്ലാത്തതും നമുക്ക് മാറ്റം തരുന്നതും ആർക്കും തിരുത്തുവാൻ കഴിയാത്തതും നമ്മെ തിരുത്തുന്നതുമാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇതിൻ്റെ നടുവിൽ ഒരു അത്ഭുത സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഞാൻ വാസ്തവമായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കേൾക്കുന്ന ഈ വചനമാണ് നിങ്ങളെ സൗഖ്യമാക്കുന്നത്. 107-ാം സങ്കീർത്തനം 20-ാം വാക്യം പറയുന്നു, അവൻ തന്റെ വചനത്തെ അയച്ച് അവരുടെ രോഗികളെ സൗഖ്യം ആക്കി. ഒരു പിന്മാറ്റത്തിന്റെ അനുഭവത്തിലോ പാപത്തിന്റെ ബന്ധനത്തിലോ നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതും ഈ കർത്താവിന്റെ വചനമാണ്. യേശു കർത്താവ് തന്റെ ശിഷ്യഗണങ്ങളോട് തന്റെ ശുശ്രൂഷയിലായിരുന്നവരോട് പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവർ ആകുന്നു. അപ്പോൾ വചനത്തിന് നമ്മളെ സൗഖ്യമാക്കാൻ കഴിയും, വചനത്തിന് നമ്മളെ വിശുദ്ധീകരിക്കാൻ കഴിയും. അല്ല, ഒരു വലിയ അനുഗ്രഹമാണ് ഇന്ന് രാത്രി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും അത് കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് ഒരു അനുഗ്രഹമാണ്. അടുത്തിരിക്കുന്ന ആളോട് പറയുക, വചനം കേൾക്കുന്നത് ഒരു അനുഗ്രഹമാണ്. കരങ്ങൾ കൊടുത്ത് പറയുക, വചനം കേൾക്കുന്നത് ഒരു അനുഗ്രഹമാണ്. കരങ്ങളെ ഉയർത്തിച്ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഒരു നല്ല ഹല്ലേലൂയ പറ, വായികൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. വചനത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും, വചനത്തിന് നിങ്ങളെ വിശുദ്ധീകരിക്കാൻ കഴിയും, വചനത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയും. ആ വചനത്തിൽ നിന്നാണ് ഇന്ന് രാത്രിയിൽ ഈ വാക്യം നമ്മൾ എടുത്ത് വായിച്ചത്. മർക്കോസിന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതൽ 43 വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഈ 43 വേദഭാഗങ്ങളിലൂടെ യേശു കർത്താവ് 3 അത്ഭുതങ്ങൾ ചെയ്തത് ഈ അധ്യായത്തിൽ കാണാം. കർത്താവ് യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ നടന്ന ഈ 3 അത്ഭുതങ്ങൾ അല്ലാതെ ഈ 5-ാം അധ്യായത്തിൽ വേറെ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ വിഷയം ഇതാണ്, ആർക്കും അടക്കുവാൻ കഴിയാത്ത ഭൂതഗ്രസ്തൻ. ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ഈ കക്ഷി ചെങ്ങല പൊട്ടിച്ചു കളയും. സെല്ലിനകത്ത് അടച്ചാൽ ഈ പുള്ളി സെല്ല് പൊളിച്ച് പുറത്തു വരും.
ഒരു മനുഷ്യർക്കും ഈ മനുഷ്യനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. മാനസിക രോഗിയായി, ഭ്രാന്തനായി, ഭൂതം പിടിച്ചവനായി ഒരു മനുഷ്യർക്കും അടക്കുവാനോ ഒതുക്കുവാനോ കഴിയാത്തവനായി ജീവിച്ച ഒരു മനുഷ്യൻ. ഒന്നാമത്തെ വിഷയം അതാണ്. രണ്ടാമത്തെ വിഷയം അതിന്റെ 25 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ 12 സംവത്സരമായി രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയ ഒന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാത്ത ആ പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ വിഷയം ആർക്കും അടക്കുവാൻ കഴിയാത്തവൻ. രണ്ടാമത്തെ വിഷയം ഒരു മെഡിക്കൽ സയൻസിനും ഒരു ട്രീറ്റ്മെന്റിനും ഒട്ടും ഭേദം വരുത്തുവാൻ കഴിയാത്ത രക്തസ്രവക്കാരിയായ സ്ത്രീ. മൂന്നാമത്തെ വിഷയം 35 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ വിഷയം ആർക്കും ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത, ആർക്കും കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത മാനസിക രോഗി അല്ലെങ്കിൽ ഭൂതഗ്രസ്തൻ. രണ്ടാമത്തെ വിഷയത്തിൽ മുതൽ മുഴുവൻ എഴുതി വിറ്റ് ചികിത്സിച്ചിട്ടും ഒരു വൈദ്യശാസ്ത്രത്തിനും ഒരു മെഡിക്കൽ കോളേജിനും അല്പം പോലും ഭേദം കൊടുക്കുവാൻ കഴിയാത്ത, മെഡിക്കൽ സയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത രക്തസ്രവക്കാരിയായ സ്ത്രീ. മൂന്നാമത്തെ വിഷയത്തിൽ ആമേ രോഗം വന്ന് മരിച്ചുപോയി അടക്കുവാൻ വെച്ചിരിക്കുന്ന ഒരു പൈതൽ. ഈ മൂന്ന് വിഷയവും ഒരു മനുഷ്യർക്കും ഒരു മരുന്നിനും ഒരു മതത്തിനും ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. ഭൂതഗ്രസ്തനെ ആർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും? രക്തസ്രാവമുള്ള സ്ത്രീയെ ഇനി ആർക്ക് സൗഖ്യമാക്കാൻ കഴിയും? മരിച്ച് അടക്കുവാൻ വെച്ചിരിക്കുന്ന ഈ ഡെഡ് ബോഡിയെ ഇനി ആർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും? ഇതാ ആർക്കും ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത ഈ മൂന്ന് വിഷയത്തെയും ദൈവപുത്രൻ ഹാൻഡിൽ ചെയ്യുന്നു. കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും കൈകാര്യം ചെയ്യുവാൻ കഴിയാത്തതിനെ, എനിക്കും നിങ്ങൾക്കും ആമേൻ പ്രവർത്തിപ്പാൻ കഴിയാത്തതിനെ, എനിക്കും നിങ്ങൾക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതിനെ ഹാൻഡിൽ ചെയ്യുവാൻ കഴിവുള്ളവൻ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Give me the sound in the morning, Joseph, please. Hallelujah. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Hallelujah. ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല വലിച്ചു പൊട്ടിക്കുന്ന, സെല്ലിനകത്തടച്ചാൽ സെല്ല് പൊളിച്ചു പുറത്തു വരുന്ന ഈ മനുഷ്യനെ ഇനി ആർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും? രക്തസ്രവക്കാരിയാകുന്ന ഈ സ്ത്രീയെ ഇനി ആർക്ക് സൗഖ്യമാക്കാൻ കഴിയും? മരിച്ച അടക്കുവാൻ വെച്ചിരിക്കുന്ന ഈ പൈതലിനെ ഇനി ആർക്ക് വിടുവിപ്പാൻ കഴിയും? ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് തിരുവെഴുത്തിൽ നിന്ന് ആലോചനയായി പറയുന്നു. നിനക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത വിഷയത്തെ ഇന്ന് രാത്രിയിൽ ദൈവപുത്രൻ കൈകാര്യം ചെയ്യും. ആ ഉറപ്പുള്ളവർ കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എവിടെയൊക്കെ അസാധ്യതകളുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ കരം ഉണ്ട്. എവിടെയൊക്കെ ശൂന്യത ഉണ്ടായിരുന്നോ അവിടെയെല്ലാം ദൈവം അയച്ച നിറവുണ്ട്. ഇന്ന് രാത്രിയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു പരിഹാരകൻ ഉണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വിഷയത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന അനുഭവം ഉണ്ടെങ്കിൽ ആ വിഷയത്തെ പരിഹരിപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. എവിടെയോ കേട്ട ഒരു കെട്ടുകഥയല്ല ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വർണ്ണിക്കുന്നത്. ആരോ എവിടെ പ്രസ്താവിച്ച ഒരു ദൈവത്തെ അല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. എന്റെ 17ാമത്തെ വയസ്സിൽ പാരമ്പര്യത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് ഇന്ന് ഉയർത്തി ജീവിക്കുന്ന ഒരു ദൈവത്തെയാ ഇന്ന് രാത്രി ഉയർത്തുന്ന. കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. മരിച്ച കല്ലറയിൽ ഒതുങ്ങിപ്പോയ ഒരു വ്യക്തിയെ കുറിച്ചല്ല ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ഇന്ന് രാത്രിയിലും അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവം ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ചേർന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വിശ്വസിക്കുന്നവരിൽ അവന്റെ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവരിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവരിലാണ് ഇത് വ്യാപരിക്കുന്നത്, വിമർശിക്കുന്നവരിലല്ല. വിമർശിക്കുന്നവർക്ക് ഇതൊരു പ്രസംഗ കുറിപ്പാണ്. വിശ്വസിക്കുന്നവർക്ക് ഇതൊരു ഹിസ്റ്ററി ചേഞ്ചിങ് ആയിരിക്കും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവമായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്,
ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. വാത്സല്യ ദൈവജനമേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ഒരു സംഘടനയുടെ നേതാവായിട്ടല്ല. ഒരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക്, ഒരു മർത്തോമ സമുദായത്തിൽ വളർന്നു വന്ന എനിക്ക്, എന്റെ 17ാമത്തെ വയസ്സ് വരെ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മാത്രം ദേവനായിരുന്നു. ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന ചിന്തയായിരുന്നു എന്നിൽ ഉണ്ടായിരുന്നത്. എന്നാൽ നിങ്ങൾ തിരിച്ചറിയുക, യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു ക്രിസ്തീയ മതത്തിന് വേണ്ടിയല്ല. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു. അതിൽ മതമില്ല, അതിൽ ജാതിയില്ല, അതിൽ വർഗവർണ്ണ വ്യത്യാസമില്ല. പൗലോസ് പറയുന്നു, അതിൽ യഹൂദനെന്നില്ല, അതിൽ യവനനെന്നില്ല, അതിൽ എബ്രായനെന്നില്ല. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യോഹന്നാൻ സുവിശേഷം 1:12 അവൻ യോഹന്നാൻ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. അതനുഭവിച്ചവർ കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്തിൽ കർത്താവ് സൗഖ്യമാക്കിയ ഒരു രോഗികളോടും നിന്റെ മതം ഏതാണെന്ന് യേശു ചോദിച്ചില്ല. നീ ഇപ്പോൾ ഏത് പള്ളിയിലാ പോകുന്നത് എന്ന് ചോദിച്ചിട്ടല്ല കർത്താവ് സൗഖ്യമാക്കിയത്. ഇഷ്ടമുണ്ടേ ആമീൻ പറഞ്ഞാൽ മതി. അന്നേരം വഴിയിൽ കണ്ടവനെ കർത്താവ് സൗഖ്യമാക്കി. അന്നേരം നിന്നെ വിളിച്ചവനെ വിടുവിച്ചു. നിന്റെ കുടുംബം ഏതെന്നോ നിന്റെ മതം ഏതെന്നോ യേശു തിരക്കിയില്ല. ഒരു കാര്യം ഇന്ന് രാത്രി തിരിച്ചറിയുക, മാനസാന്തരപ്പെട്ടവരെയോ രക്ഷിക്കപ്പെട്ടവരെയോ അല്ല കർത്താവ് സൗഖ്യമാക്കിയത്. സൗഖ്യമാകാൻ മാനസാന്തരപ്പെടണമെന്നില്ല, പക്ഷേ സൗഖ്യമാക്കുന്നത് മാനസാന്തരപ്പെടാനാ. മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വിടുവിക്കുന്നത് കർത്താവിന് വേണ്ടി ജീവിക്കുവാനാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു സൗഖ്യം, ഒരു വിടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളോട് കരുണ കാണിക്കും. മതം നോക്കിയോ, നിങ്ങളുടെ സംഘടന നോക്കിയോ, നിങ്ങളുടെ പള്ളി നോക്കിയോ അല്ല. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. കരങ്ങൾ ഉയർത്തി ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ ഈ സുവിശേഷ യോഗം ഇവിടെ നടക്കുന്നത് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല. വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഈ ശുശ്രൂഷയിലൂടെ ചില കുടുംബങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം, ചില വീടുകൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം, ചില ബന്ധനങ്ങൾ അഴിയണം, ചില കെട്ടുകൾ അഴിയണം. ഇന്ന് രാത്രി രോഗശാന്തിക്ക് വിലയുണ്ടോ എന്നറിയണമെങ്കിൽ രോഗിയോട് ചോദിക്കണം. ക്യാൻസർ വന്ന് ബെഡേ കിടക്കുന്നവരോട് ചോദിക്കണം രോഗശാന്തിക്ക് വിലയുണ്ടോന്ന്. നടുവിനകത്ത് ബെൽറ്റിട്ട് വെയിറ്റിട്ട് കിടക്കുന്നവരോട് ചോദിക്കണം കർത്താവ് തരുന്ന സൗഖ്യത്തിന് വിലയുണ്ടോന്ന്. ഇതിനകത്ത് തിരിച്ചറിയുന്നവർ കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. അവന്റെ എല്ലാ പ്രവൃത്തികൾക്കും അവന്റെ നാമത്തിന് തക്ക മഹത്വമുണ്ട്. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഞാനൊരു വിഷയത്തിലേക്ക് വരട്ടെ. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ ആർക്കും ഹാൻഡിൽ ചെയ്യുവാൻ കഴിയാത്ത, ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത 3 വിഷയങ്ങളെ യേശു കർത്താവ് ഈസിയായി ഹാൻഡിൽ ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അസാധ്യത എന്നൊരു ഏറിയ നിപ്പുണ്ടെങ്കിൽ ആ ഫയൽ ഇന്ന് രാത്രി യേശുവിന് കൊടുക്കണം. കാനാവിലെ വിവാഹ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി. എന്തായിരുന്നു പ്രശ്നം? വിളമ്പിക്കൊണ്ടിരുന്ന വീഞ്ഞ് തീർന്നുപോയി. മനുഷ്യന്റെ കണക്കുകൂട്ടൽ തെറ്റി. എന്നാൽ അവിടെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഭാര്യ ഭർത്താവിടെ വഴക്കുണ്ടാക്കുകയല്ല, അവിടെ ഒരു വിഷയം വന്നപ്പോൾ തമ്മിൽ അടിക്കുകയല്ല, അവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പറയുകയല്ല. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, ജീവിത സാഹചര്യത്തിൽ ആ വിഷയം പറഞ്ഞ് ഭാര്യ ഭർത്താവിടെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ആ വിഷയം പറഞ്ഞ് തമ്മിൽ പിറുപിറുക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? പക്ഷെ ഇതുവരെ ആ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? പക്ഷെ മറിയ ചെയ്തത് നിങ്ങൾ ചെയ്യുക. ആ വിഷയത്തെ ഓർത്ത് അവൾ പിറുപിറുക്കുകയല്ല,